ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് റെഡിയായി. ഇതേണ്ട കേക്കല്ല എന്റെ കയ്യിലിരിക്കും, അനക്കാതെ കേട്ടോ ശരിയേ. അങ്ങനെ നമ്മള് ഹോട്ടലിലോട്ട് പോവാണ് കേട്ടോ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ കുമ്പൻ അബ്ദുള്ളാൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പം നമ്മൾ മനാമ ഒരു ഹോട്ടലിൽ വെച്ചാണ് നടത്തുന്നത്. അപ്പം ബലൂണൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫ്രണ്ട്സിനെ എടുക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അമാനും ഇല്ലാത്ത ആദ്യത്തെ അബ്ദുള്ളാൻ്റെ ബർത്ത്ഡേ അല്ലേ. ഇക്കാൻ എത്ര മിസ് ചെയ്യുന്നുണ്ട്? 8 മില്യൺ അമാനുവിനെ മിസ് ചെയ്യുന്നുണ്ട്. ഈ അമാനു ആയിരുന്നു ആദ്യം ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തത്. അപ്പം ഞങ്ങളും അമാനുവിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇന്നും രാവിലെ മെസ്സേജ് അയക്കും അമാനുവേ. അപ്പം ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പം നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിൻ്റെ ഒക്കെ വിശേഷങ്ങൾ കാണാം കേട്ടോ. ബലൂണൊക്കെ സെറ്റ് ചെയ്യണം. ഞങ്ങളങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ബലൂൺ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. തലേ ദിവസം രാത്രി ഞങ്ങൾ ഓൾറെഡി അവിടെ പോയായിരുന്നു. അപ്പം അവർ പറഞ്ഞ് ലേറ്റായി 12 മണിക്ക് ശേഷം പറ്റത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. കാരണം നമ്മൾ ബലൂണൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് അധികം ടൈം വേണമല്ലോ. അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ പോകുന്ന പറഞ്ഞപ്പോൾ അവർക്ക് അതും പറ്റൂലായിരുന്നു കേട്ടോ. കാരണം അവിടെ ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പിന്നെ 3 മണിക്ക് ശേഷമാണ് ടൈം തന്നത് കേട്ടോ. അപ്പം മനാമ ശ്രീനിവാസ് വെച്ചായിരുന്നു മോൻ്റെ ബർത്ത്ഡേയുടെ ആ ഒരു സെലിബ്രേഷൻ നമ്മൾ ചെയ്തത്. അപ്പം ഞാനും ഇത് നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ മർജി. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, മറ്റേത് മുഹമ്മദാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടാണ് പിന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പം ബാക്കി ആരും ഇല്ല, ഞങ്ങൾ 3 മാത്രമേ ഉള്ളൂ. അപ്പോഴാണെങ്കിൽ ബലൂണെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ നമ്മുടെ എല്ലാവരും ബലൂൺ സെറ്റ് ചെയ്യുന്ന മെഷീൻ ഉള്ളതുകൊണ്ട് പിന്നെ പെട്ടെന്നെല്ലാം പറ്റി കേട്ടോ. അപ്പം പിന്നെ കുറേ ടൈം എടുത്ത്, കാരണം നമ്മൾ 4 മണിയായി അവിടെ ചെന്നപ്പം അതെല്ലാം സെറ്റ് ചെയ്ത്. കാരണം 7 മണിക്കാണ് എല്ലാവർക്കും ബർത്ത്ഡേ ഒരു ടൈം നമ്മൾ പറഞ്ഞതേ. പക്ഷേ ബലൂണെല്ലാം ചിലത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്നുണ്ട്. പിന്നെ അതെല്ലാം കറക്റ്റ് ചെയ്യണം. അവർ ഇതെല്ലാം സെറ്റാക്കുമ്പോഴത്തെ തന്നെ ഉണ്ടല്ലോ ഓൾറെഡി 5:30 മണിയായി. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ചായയും പിന്നെ പഴംപൊരിയൊക്കെ കഴിച്ച് പിന്നെ അത് കുറച്ചൊന്ന് ഒരുപാട് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ അതെല്ലാം ചെവിയൊന്ന് ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് വൃത്തിയാക്കി അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകാൻ കേട്ടോ. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് പിന്നെ മർജിയെയും മുഹമ്മദിനെ ഇറക്കിയിട്ട് വേണം എനിക്ക് തിരിച്ചിനി കേക്ക് വാങ്ങാൻ വേണ്ടി പോകണം. ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സിനെ എല്ലാം വീട്ടിലിറക്കി അവരെല്ലാം റെഡിയാവാൻ പോയി കേട്ടോ. ഞങ്ങൾ വേണ്ട കേക്കും മേടിച്ച്, കേക്ക് എൻ്റെ കയ്യിലിരിക്കോ, കേക്ക് മേടിച്ചോണ്ട് വീട്ടിൽ വന്ന് ഇനി ഞങ്ങൾ ചേഞ്ച് ആയിട്ടൊന്ന് പോട്ടെ. ഫുള്ള് ടൈം എപ്പോഴും ഇങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളൊന്ന് റെഡി ആയിട്ട് വരട്ടെ. ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് റെഡിയായി. വേണ്ട കേക്കല്ല എൻ്റെ കയ്യിലിരിക്കും, അനക്കാതെ കേട്ടോ ശരിയേ. അങ്ങനെ നമ്മൾ ഹോട്ടലിലോട്ട് പോവാണ് കേട്ടോ. ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വിളി വന്നു. നേരത്തെ ട്രാഫിക് ഇല്ലാണ്ട് അങ്ങ് നേരത്തെ വിട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു. അബ്ദുള്ള ഹാപ്പിയാണോ? കുഞ്ഞിന് ഉറക്കം വരുന്നു ഇന്ന് നേരത്തെ കേട്ടോ. അപ്പൊ നമുക്ക് അടച്ചതില്ലാവേ. അങ്ങനെ ആദ്യം 7 o'clock കേക്ക് കട്ടിങ് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി നല്ല ലേറ്റ് ആയതുകൊണ്ട് പിന്നെ അതൊരു 8:30 അപ്പോഴത്തേന് 1-2 ഫ്രണ്ട്സ് വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരുടെ ടൈമും കൂടെ നോക്കി നമ്മൾ ലാസ്റ്റ് അങ്ങനെ ഒരു 8:45 ആയി കേക്ക് കട്ടിങ് ടൈം പറഞ്ഞത് കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പം മർജി പിന്നെ നേരത്തെ വന്നിരുന്നു. അങ്ങനെ വേറെ എൻ്റെ ഫ്രണ്ട്സ് നിസ, ഉമ്മ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇതിലും കൂടുതൽ ആളുകൾ വരേണ്ടതായിരുന്നു കേട്ടോ. അവരൊക്കെ നാട്ടിലാണ്. അപ്പം ഞാനാണെങ്കിൽ ഇപ്പം ഇത് കേക്ക് കട്ടിങ്ങിൻ്റെയും ബർത്ത്ഡേയുടെ ഒക്കെ ഫോട്ടോസ് ഇട്ടപ്പോൾ അവർക്കൊക്കെ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. എല്ലാവരും നാട്ടിലാണ്. അവരും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കളർഫുൾ ആയനായിട്ട്. എന്നാൽ പിന്നെ ഈ ഹാളൊന്നും പറ്റൂലായിരുന്നു കേട്ടോ. വലിയ ഹാൾ വേണം. അതൊരു 10-12ഓളം പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു വിഷമമുണ്ട് കേട്ടോ. അപ്പം ബാക്കിയുള്ളവർ പിന്നെ ഇപ്പം ഈ ഒരു സ്കൂൾ ടൈമല്ലേ, അപ്പം സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് എല്ലാവരും ഒരുപോലെ ഒരുമിച്ച് പോയിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ഇനി അടുത്ത വർഷമാണ് പിന്നെ നാട്ടിൽ പോകാനുള്ള ഒരു ടേൺ കേട്ടോ. അപ്പം പിന്നെ ഇത് അപ്പൂസിൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മയാണ് കേട്ടോ. അപ്പം അവനാണെങ്കിൽ ഓൾറെഡി പറഞ്ഞിരുന്നു ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണൊക്കെ. അങ്ങനെ അവർ വന്നിരുന്നു. പിന്നെ എൻ്റെ പിന്നെ കുറച്ച് വേറെ ഫ്രണ്ട്സ് ഷാനത്ത, ജസ്ന, നസീറാത്ത, അതുപോലെ പിന്നെ ഷബാന, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേരുള്ളായിരുന്നു കേട്ടോ, കുറേ പേരില്ല, കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം വന്നു. അപ്പോൾ എല്ലാവരും വന്ന് അബ്ദുള്ളയ്ക്കാണെങ്കിൽ എല്ലാവരും കുറേ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അബ്ദുള്ളയാണ് അതിലും ഹാപ്പിയാണ് കേട്ടോ. ബർത്ത്ഡേക്ക് വന്നപ്പോഴേ ആൾ ഗിഫ്റ്റിൻ്റെ കൗണ്ട് ചെയ്യലാണ്. കാരണം 1-2 ബർത്ത്ഡേക്ക് പോയപ്പോഴത്തേന് ആളിന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം
ഇതിലെത്ര ഉമ്മ എനിക്ക് എത്ര ടോയ്സ് കിട്ടും ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ശിവ ചേച്ചിയാണ്, ശിവ ചേച്ചിയുടെ ചേട്ടൻ അനിലേട്ടൻ കേട്ടോ. അനിലേട്ടൻ നന്നായിട്ട് പാട്ട് പാടും. അപ്പം പാട്ട് പാടും. പിന്നെ അതുപോലെ എൻ്റെ വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അബുവിൻ്റെ ഫ്രണ്ട് നൗഷു. അപ്പോൾ ഇവരെല്ലാം പാട്ട് പാടുന്നതാണ്. പക്ഷേ എനിക്ക് ആ ഒരു പാട്ടിൻ്റെ ഒരു വീഡിയോ എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഇത് കോപ്പിറൈറ്റ് അടിക്കണോണ്ട് 1-2 തവണ ഇട്ടിട്ട് ഞാൻ പിന്നെ ഡിലീറ്റ് ആക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കേട്ടോ. പണ്ട് പാട്ട് നമുക്ക് ബാൻഡ് ആയതുകൊണ്ട് ഞാൻ പാട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തില്ല. അവരൊക്കെ നന്നായിട്ട് പാട്ട് ചെയ്യും കേട്ടോ. അപ്പം ബർത്ത്ഡേക്ക് വന്നവരെല്ലാം പറഞ്ഞ് ശരിക്കും മംഗലപുരയിൽ വന്ന കണക്ക് ഒരു കല്യാണ വീട്ടിൽ എങ്ങനെയാണോ അതേ ഫീലായിരുന്നു കേട്ടോ. ഈവൻ ഞാനും ഷെഫിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം പിന്നെ അതിൽ പാട്ട് പാടി പാട്ടൊക്കെ വരുമ്പോഴാണല്ലോ കുറച്ചുകൂടെ കളർഫുള്ള്. ഇങ്ങനെ കേക്ക് കട്ടിങ്ങും ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മളൊരു കല്യാണ വീട്ടിൽ പോയാൽ എങ്ങനെയാണ് അതുപോലായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് അമ്മാനും ആണെങ്കിൽ വീഡിയോ കോളിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവനെ കാണുമ്പോൾ എനിക്കൊരു സങ്കടമുണ്ട് കേട്ടോ. ഒരുപാട് ഹാപ്പി ആണെങ്കിലും മക്കൾ കൂടി ഇല്ലെങ്കിൽ ഒരു സങ്കടം തന്നെ ആണല്ലോ. അപ്പോൾ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം അബ്ദുള്ളയ്ക്കാണെങ്കിൽ ഓരോരുത്തരും കേക്ക് കട്ട് ചെയ്യുന്ന അബ്ദുള്ളയാണെങ്കിൽ വേണ്ട ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കുട്ടിയായിരുന്നു കേട്ടോ. സാധാരണ ഇതിന് മുന്നത്തൊക്കെ ബർത്ത്ഡേക്കാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര കരച്ചിലൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ബിഗ് ബോയ് ആയതുകൊണ്ട് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുവാണ്. അങ്ങനെയും പറയാൻ മറന്നു കേട്ടോ. ഇപ്പോൾ ഇതായിരുന്നു ഞാൻ സർപ്രൈസായിട്ട് ബർത്ത്ഡേക്ക് വാങ്ങിയ സാരി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു, ഇതായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ബർത്ത്ഡേയുടെ തീം ഇതായിരുന്നല്ലോ, സ്പൈഡർമാൻ ആയിരുന്നല്ലോ. അപ്പം ബ്ലൂവും റെഡും ആയിരുന്നല്ലോ. അപ്പം ഞാൻ ഷെഫി ബ്ലൂ ആയി, അബ്ദുള്ളയ്ക്ക് റെഡും ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സാരി എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ചിലർ കേക്ക് കട്ട് ചെയ്ത് ആ ടൈമിലായിരുന്നു ഗിഫ്റ്റ് കൊടുത്തിട്ട്, ചിലരാണെങ്കിൽ വന്ന ടൈമിൽ കൊടുത്ത്. അബ്ദുള്ളക്ക് ആണെങ്കിൽ എല്ലാ ഗിഫ്റ്റും കൂടെ കണ്ടിട്ട് ഭയങ്കര ഇതാണ് കേട്ടോ. അബ്ദുള്ളയോട് ആരെങ്കിലും ഗിഫ്റ്റ് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അബ്ദുള്ള പറയുന്നത് എന്താണെന്നറിയാമോ, പെറ്റ്സിനെയാണ് ഇഷ്ടം. അബ്ദുള്ളക്കാണെങ്കിൽ ക്യാറ്റ്, അതുപോലെ ലവ് ബേഡ്സ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് ഒരു വിവി കൊണ്ട് കൊടുത്തത് ലവ് ബേഡ്സിനെയാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ക്യാറ്റും ലവ് ബേഡ്സ്, റാബിറ്റ് ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഞെക്കി അമുക്കും കേട്ടോ. ആൾ ഭയങ്കര വികൃതിയാണ് ഈ പെറ്റ്സിനെ കണ്ടാലും. അങ്ങനെ ലവ് ബേഡ്സ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ലവ് ബേഡ്സിൻ്റെ പുറകിലാണ് കേട്ടോ. ഇങ്ങനെ എടുത്ത് കയ്യിൽ വെക്കണം, അവർ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ പിന്നെ അപ്പോൾ ബാക്കിയുള്ളവരോട് ഞാൻ പറഞ്ഞു വേണ്ട, ക്യാറ്റൊന്നും വേണ്ട, പിന്നെ ലവ് ബേഡ്സ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടോ. കാരണം ഈ ക്യാറ്റിൻ്റെ ഒക്കെ സ്മെല്ല് നമുക്ക് റൂമിൽ അലർജി ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഷൂവും ഡ്രസ്സും അങ്ങനെ കുറേ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോയുടെ ഓൾറെഡി അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അപ്പം ബർത്ത്ഡേയുടെ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ അതിലിടാം കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരുമായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് KMCCയിലെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവരുമായിട്ടൊക്കെ ഇന്ന് കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എവിടെ പോയാലും ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുപ്പും റീൽസും ആണ് കേട്ടോ. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ മോൻ്റെ പിന്നെ ബർത്ത്ഡേ നമ്മൾ നടത്തിയത് മനാമ ശ്രീനിവാസിൽ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഫുഡായിട്ട് പറഞ്ഞത് ഫ്രൈഡ് റൈസ്, അതുപോലെ ചപ്പാത്തി, പൊറോട്ട, വെജിറ്റബിൾ കറി, ചിക്കൻ 65, പായസം, സലാഡ്, സ്റ്റാർട്ടറായിട്ട് ജ്യൂസ്, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഫുഡൊക്കെ കഴിച്ച് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ കേക്ക് കട്ടിങ്ങിന് തന്നെ കുറേ ടൈം അങ്ങ് പോയി കേട്ടോ. കാരണം ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതിന് ശേഷം അവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുത്ത് പിന്നെ അവസാനമാണ് ഞാനും മർജിയും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഫുഡ് കഴിച്ചത് കേട്ടോ. ഫുഡൊക്കെ നമുക്ക് കറക്റ്റായിരുന്നു കേട്ടോ. 25 പേർക്കുള്ള ഫുഡായിരുന്നു പറഞ്ഞത്. ഒരു കുട്ടികൾ ഉൾപ്പെടെ ഒരു 30 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് ഫ്രൈഡ് റൈസും അങ്ങനെ മാത്രമേ അധികം വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം അൽഹംദുലില്ലാ കറക്റ്റായിരുന്നു. അപ്പം അധികം ഉണ്ടായിരുന്ന ഫ്രൈഡ് റൈസും ഞാൻ പിന്നെ കൊണ്ടുവന്നിട്ടോ. കാരണം പിറ്റേന്ന് നല്ല മടിയല്ലേ, അതൊന്നും ചൂടാക്കി അതായിരുന്നു കഴിച്ചത്. പിന്നെ അതുപോലെ ഞാൻ പറയാൻ വിട്ടു കേട്ടോ, കേക്ക് നമുക്ക് റോയൽ ഫൈസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നായിരുന്നു കേക്ക് വന്നത് കേട്ടോ. സ്പൈഡർമാൻ്റെ തീമിലുള്ളൊരു വാനിലയുടെ കേക്കായിരുന്നു, അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് കപ്പ് കേക്കും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. അതിന് ശേഷം പിന്നെ ആണെങ്കിൽ നമുക്ക് ടോയ്സ് എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം പിന്നെ അറേഞ്ച് ചെയ്ത് കാറിൽ കൊണ്ട് വെക്കണമായിരുന്നു. അങ്ങനെ അതെല്ലാം അറേഞ്ച് ചെയ്ത് അവിടെ പിന്നെ കുറച്ച് സെറ്റാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പം വീട്ടിൽ ചെന്നിട്ട് കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിനെ അതുപോലാണെങ്കിൽ ഫ്രണ്ട്സിനെ വീട്ടിൽ കൊണ്ടുവിടാനും ഉണ്ടായിരുന്നു. കാരണം മർജിയൊക്കെ ആണെങ്കിൽ എൻ്റെ കൂടെ രാവിലെ മുതൽ ഉച്ച തൊട്ടേ മർജിയായിരുന്നു കൂടെ എല്ലാത്തിനും നിന്നത്. അപ്പോൾ അവളെ എല്ലാം തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടിട്ടാണ് ഞാൻ വന്നത് കേട്ടോ.
ഞങ്ങൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കേട്ടോ. ഫ്രണ്ട്സിനെ എല്ലാം കൊണ്ടുവിടാനുണ്ടായിരുന്നു അവരവരുടെ വീട്ടില്. അപ്പൊ അതുകൊണ്ട് എന്റെ ബാക്കിൽ കണ്ടോ, ഇത് ഫുള്ള് ഗിഫ്റ്റ് ആണ്, ഒന്നും പൊട്ടിച്ചിട്ടില്ല. അബ്ദുള്ളക്ക് പൊട്ടിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അബ്ദുള്ള നമുക്ക് എന്തൊക്കെയാ ഗിഫ്റ്റ് കിട്ടിയെന്ന് എല്ലാവരും കൂടി കാണിക്കാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു അത് കാണിക്കാം, നമുക്ക് നാളെ വീഡിയോ എടുത്തിട്ട് എല്ലാവരെയും കാണിക്കാന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ആണോ, കുറച്ച് വലുതാട്ടോ, അബ്ദുള്ളയുടെ ബർത്ത്ഡേ വിശേഷങ്ങള്. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നത് എല്ലാവരോടും താങ്ക് യു. ഭയങ്കര ടയേർഡാണ് കേട്ടോ, ഉറക്കം കണ്ണി തൂങ്ങുന്നു. ഇനി ഇതെല്ലാം സെറ്റാക്കി വെക്കണം, കൊണ്ടുപോയ സാധനങ്ങളെല്ലാം തിരിച്ചെടുത്ത് വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഷെഫി ഓൾറെഡി ഇതാ ഷർട്ട് മാറി, ചൂട് ഭയങ്കര ചൂട്. അപ്പം ഗിഫ്റ്റ് ബോക്സിന്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം ടാറ്റ.